ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ ഒരു ടെക് വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലർക്കും CCTV ക്യാമറയെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കും. പക്ഷേ ഈ CCTV ക്യാമറയുടെ ഉള്ളിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ല. സോ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് ഈ ക്യാമറയെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അസംബിൾ ചെയ്തിട്ട് എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്, എവിടെയൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഡൂം ക്യാമറ എന്ന് പറയുന്നതാണ്. ഈ മോഡലിൽ കാണുന്ന എല്ലാ ക്യാമറകളെയും പൊതുവെ പറയുന്നത് ഡൂം ക്യാമറയാണ്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, ഇൻഡോർ, ഔട്ട്ഡോർ. സോ ഈ ക്യാമറ വന്ന് ഇൻഡോർ ക്യാമറയാണ്. ഇത് വാട്ടർ പാസും വെതർ പാസും ആയിരിക്കാം. പക്ഷേ ഈ ക്യാമറ ഇതുപോലെ പ്ലാസ്റ്റിക് ബോഡി ക്യാമറകൾ വന്ന് നമുക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് അതിൻ്റെ BNC പിൻ കണക്ടറും ഇത് അതിൻ്റെ DC പിൻ കണക്ടറുമാണ്. ഈ ക്യാമറ വർക്കാവാൻ വേണ്ടിയുള്ള പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കുന്നത് ഈ പോർട്ടിലാണ്. ഈ പോർട്ടിലാണെങ്കിൽ വീഡിയോ നമുക്ക് TV-യിലോ നമ്മളെ മോണിറ്ററിലോ വീഡിയോ ഡിസ്പ്ലേ ആവണതിന് ഈ കേബിൾ ഇത് കൊടുത്താൽ മാത്രമേ വീഡിയോ നമുക്ക് വരുള്ളൂ. ഓക്കെ, നമുക്കിതിനെ എങ്ങനെയാണ് ഡിഅസംബിൾ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഇങ്ങനെ ഇളകി വരും. ഇതൊരു പോർഷനാണ്. ഇതിൻ്റെ ബാക്ക് സ്റ്റാൻഡ് ഇതൊരു പോർഷനാണ്. ഈ ഡൂമിന് ക്യാരി ചെയ്യുന്ന ഈ കേസ് ഒരു പോർഷനാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിനകത്താണ് എല്ലാ കോമ്പോണൻസ്, ബോർഡ്, ചിപ്പ്, ലെൻസ്, എല്ലാ കാര്യങ്ങളും ഇരിക്കുന്ന ഈ ഒരു ഡൂം പോർഷനകത്താണ്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്ക്രൂ ഉണ്ടാകും. നമുക്ക് ആ 3 സ്ക്രൂവിനെയും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഈ 3 സ്ക്രൂവും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ പുറകിലോട്ട് വലിക്കുകയാണെങ്കിൽ ഈ 2 ഇതാണ് ഫ്രണ്ടിലുള്ള ഗ്ലാസ് ലെൻസിൻ്റെ ഫ്രെയിം. ഇതൊരു പോർഷനാണ്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ IR LEDs ആണ്. IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്. നൈറ്റിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കാണുന്നതിന് വേണ്ടിയാണ് ഈ IR LEDs യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു റബ്ബറിൻ്റെ ഒരു ബുഷുണ്ട്. ഇതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, ശേഷം ഈ 2 ഭാഗത്തായിട്ട് 2 സ്ക്രൂ ഉണ്ടാകും. നമുക്ക് അതിനെ ഒന്ന് റീസ്ക്രൂ ചെയ്യാം. ഈ IR സെക്ഷൻ ഫുള്ളായിട്ട് ഇൻഫ്രാറെഡേയും LEDs എല്ലാം ഒരു ബോർഡാണ്. അത് മദർ ബോർഡിൽ നിന്നൊരു കേബിൾ കണക്ടർ നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് കണക്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ LEDs വർക്കാകുന്നതും നൈറ്റ് വ്യൂ കിട്ടുന്നത്. നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഈ ക്ലിപ്പിനെ പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സെപ്പറേറ്റ്, ഇതും ഒരു പോർഷനാണ്. ഫ്രണ്ട്സ്, IR ബോർഡിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പ്രൊട്ടക്ടർ കാണും. ശേഷം ഈ സെൻട്രലായിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ബുഷുണ്ട്. ഈ റബ്ബറാണ് വാഷറാണ്. ഇതെന്തിനു യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 പോർഷന് കറക്റ്റായി സീറ്റിംഗ് ആവാനും ഇതിനകത്തോട്ട് വാട്ടറോ ഡസ്റ്റോ അങ്ങനെ ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രൊട്ടക്ടർ പോലെ ഈ റബ്ബർ ബുഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റാൻഡ്, നമ്മുടെ സ്ക്രൂ ഹോൾഡ് ചെയ്യുന്ന 2 സ്റ്റാൻഡും ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാകും. നമുക്ക് അതിനെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതിനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി.
ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് ഇങ്ങനെ, ഇതാണ് ക്യാമറയുടെ മദർ ബോർഡ്, ലെൻസ്, കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന കേബിള് ഇവിടെ വന്ന് മദർ ബോർഡിലാണ് കണക്റ്റ് ആവുന്നത്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തൊരു സെപ്പറേറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കവറിൽ ഇതേപോലെ ബോളായിട്ടുള്ള ഒരു പാക്കറ്റ് എല്ലാ ക്യാമറയുടെ ഉള്ളിലുണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ TV, ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ കവറിൽ കാണും. ഇത് ജെംസോ ചെറിയ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ടറായിട്ട് അവർ പാക്ക് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരിവിടെ സിലിക്കോൺ പേസ്റ്റ് വെച്ച് ഗം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ക്യാമറയുടെ ലെൻസും പിന്നെ മദർ ബോർഡ്. ഈ ഷീൽഡിനെ നമുക്ക് പതുക്കെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. അതിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഈ 2 സ്ക്രൂവും നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് മദർ ബോർഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ക്യാമറയുടെ ലെൻസ്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ മദർ ബോർഡ്. CCTV ക്യാമറയുടെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സെൻറ്ററിൽ കാണുന്ന ഈ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സെൻറ്ററിൽ കാണുന്ന ഈ പോർഷനാണ് നമ്മുടെ ലെൻസിൽ നിന്ന് വരുന്ന വീഡിയോസിനെ ഈ ചിപ്സ്, ഈ സെൻട്രൽ പോർഷനിലുള്ള ചിപ്സെറ്റാണ് അബ്സർവ് ചെയ്ത് ICയിലോട്ട് സ്റ്റോറായി അതുവഴി നമുക്ക് ഔട്ട്പുട്ട് വന്ന് നമുക്ക് DVRലോട്ട് തരുന്നത്. അപ്പോൾ ഒരു ഡൂം ക്യാമറ നമുക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു പുതിയ ക്യാമറ വാങ്ങിച്ചു. പക്ഷേ മാക്സിമം കംപ്ലൈൻറ്റ് വരുന്നത് ഈ ബോർഡിലായിരിക്കാം. ഈ ബോർഡിലാണ് മാക്സിമം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് തന്നെ സർവീസ് ചെയ്ത് ഇട്ടാൽ ക്ലിയർ ആവുമെന്നുള്ള ഇതേ ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് വരുന്ന സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററോ ഈ റെസിസ്റ്ററോ ഈ റെസിസ്റ്ററോ ഇതൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ കോമ്പോണൻസ്, ഈ ഡയോഡോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഒന്നും വർക്കാവത്തില്ല. നമ്മൾ ഈ ബോർഡൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ കോമ്പോണൻസിൻ്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്പെയറാണോ കംപ്ലൈൻ്റ് ആയി പോകുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റെഡി ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ കംപ്ലൈൻ്റ് ആയ ഉടനെ 1000-2000 രൂപ കൊടുത്ത് പുതിയ ക്യാമറ വാങ്ങിക്കുന്നതിനെക്കാളും ഒന്ന് സർവീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവാമെന്നുള്ള പ്രശ്നങ്ങളെ, ഈ ചെറിയ പ്രോബ്ലംസേ ഇതിൽ മാക്സിമം വരികയുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു CCTV ക്യാമറയുടെ അകത്ത് ഇത്രയും കോമ്പണൻസേ ഉള്ളൂ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും തിങ്സ് ഒന്ന് ചേരുമ്പോഴാണ് ഒരു CCTV ക്യാമറ നമുക്ക് കിട്ടുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെൻസ്, മദർ ബോർഡ്, ഇൻഫ്രാറെഡിൻ്റെ സെക്ഷൻ, റബ്ബർ ബുഷ്, പേപ്പർ സ്ലീവ്, പിന്നെ ഒരു വാഷർ, സെൻറ്റർ കേസ്. ഇതിലാണ് നമ്മുടെ BNC കണക്ടറിൻ്റെ കേബിൾ. പിറകെ നമുക്ക് സിലിക്കോൺ വെച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡിയാണിത്. ഇതതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ്, ഗ്ലാസും ലെൻസിൻ്റെ ഫ്രെയിം ഗ്ലാസും. പിന്നെ അതിൻ്റെ ബാക്ക് ലോക്ക്, ഈ ഡോം വന്ന് ക്യാരി ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കേസ്, പിന്നെ അതിൻ്റെ ലോക്ക്, പിന്നെ ഇതൊരു ഡേറ്റ കേബിളാണ്. ഇത്രയാണ് ഒരു ഡോം ക്യാമറയ്ക്കകത്ത് ഉള്ളത്. നമുക്കിതിനെ തിരിച്ചൊന്ന് അസംബിൾ ചെയ്ത് സാധാരണഗതിയിലാക്കിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒന്ന് അസംബിൾ ചെയ്യാം. ഇപ്പം ഡീഅസംബിൾ ചെയ്ത എല്ലാ കോമ്പോണൻസിനും തിരിച്ച് അസംബിൾ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മദർ ബോർഡിൽ നമ്മുടെ ലെൻസിന് കണക്ഷൻ കൊടുക്കേണ്ട മെത്തേഡാണ്. കറക്റ്റായിട്ട് ഹോള് നോക്കിയിട്ട് ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 സ്ക്രൂ വയ്ക്കേണ്ട ഓപ്ഷനും ഉണ്ടാവും. അവിടെ റിമൂവ് ചെയ്ത സ്ക്രൂവിനെ റീസ്ക്രൂ ചെയ്യുക.
നെക്സ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത ഈ മെറ്റലിൻ്റെ പ്ലേറ്റ് അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കും. വെച്ചതിന് ഇപ്പോൾ ലെൻസും മദർ ബോർഡുമായിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ BNC കണക്ടറിനെ നമുക്ക് അതിൻ്റെ ഏതാണ് സോക്കറ്റ് അതിലോട്ട് പിൻ ചെയ്യാം. ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്രൊട്ടക്ടർ കവർ അതിനകത്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം ലെൻസിനെ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിവിടെ മദർ ബോർഡിനെ ഈ കേസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേബിൾ വന്ന് നമ്മൾ ഇൻഫ്രാറെഡിൽ കൊടുക്കുന്ന കേബിളാണ്. അത് മദർ ബോർഡിൻ്റെ അടിയിലൊരു പോർഷനുണ്ട്, അതിൽ കണക്ഷൻ കൊടുത്തതിൻ്റെ എൻഡാണിത്. ഇപ്പം ബോർഡും ലെൻസും ഞാൻ ഈ ഫ്രെയിമിലോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സെൻറ്ററിലുള്ള പ്ലാസ്റ്റിക് ഷീൽഡും ഇൻഫ്രാറെഡും മദർ ബോർഡുമായിട്ട് കണക്ഷൻ കൊടുക്കുന്ന കേബിൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഫ്രാറെഡ് സെക്ഷൻ ഈ ബോർഡിനെ ഇവിടെ വെച്ച് സ്ക്രൂ ചെയ്യാം. നമുക്ക് ഈ റബ്ബർ ബുഷ് വന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ആ 3 സ്ക്രൂ ഹോളിനും നേരെയായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ക്യാമറയുടെ ആ റബ്ബർ ബുഷ് നമുക്ക് ക്യാമറയുടെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കും. വെച്ചതിന് ശേഷം ഫ്രണ്ട് ഗ്ലാസ് വന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ സ്ക്രൂ പോർഷന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3 സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് ക്യാമറയുടെ കേസിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സെൻറ്ററിലോട്ട് ഇടുക. അതിന് ശേഷം ക്യാമറയുടെ കേസ് ഇൻസ്റ്റാൾ ചെയ്യും. 3 ലോക്ക് ഉണ്ടാവും. ഈ 3 ലോക്കിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവണം. ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. സീറ്റിംഗ് ആയതിനു ശേഷം ഇതാണ് അതിൻ്റെ ലോക്ക്. കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് ലോക്കായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ക്യാമറ നമ്മളിപ്പോൾ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഒരു CCTV ഡൂം ക്യാമറയുടെ ഉള്ളിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്, ഏതൊക്കെ ചിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക.